അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 27 തിങ്കളാഴ്ച. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിംഗിൽ ഗുരുതര പോരായ്മയെന്ന് ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും കാര്യത്തിലാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ആവശ്യമായ വിവരങ്ങൾ ദേവസ്വം അധികൃതർ കൈമാറിയില്ലെന്ന് ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. ഭക്തർ വഴിപാടായി സമർപ്പിച്ച സ്വർണം, വെള്ളിപ്പാത്രങ്ങൾ, കുങ്കുമം എന്നിവയുടെ കണക്കുകൾ കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഓഡിറ്റർ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ ഓഡിറ്റിന്റെ സ്ഥിതി അറിയിക്കാൻ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ നാളെ നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റിലേക്കുള്ള പ്രതിഷേധത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പ്രതിഷേധത്തിന്റെ പേരിൽ പോലീസിന് അമിതാധികാരം പ്രയോഗിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. നാളെ വിശദമായ വാദം കേൾക്കാമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ വകുപ്പുകളോട് ചെലവ് കൂട്ടരുതെന്നും പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിൽ കവിയരുതെന്നും സംസ്ഥാനത്തെ ധനവകുപ്പ് നിർദ്ദേശം നൽകി. അടുത്ത ബജറ്റ് മുന്നൊരുക്കത്തിനുള്ള സർക്കുലറിലാണ് നിർദ്ദേശം. ഈ വർഷത്തെ ഓണച്ചന്ത ഓഗസ്റ്റ് 8 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഓഗസ്റ്റ് 10 മുതൽ ഓണക്കിറ്റ് വിതരണം ആരംഭിക്കും. 16 ഇനം സാധനങ്ങളാണ് ഓണക്കിറ്റിൽ ഉണ്ടാവുക. ഓണം ട്രേഡ് ഫെയറുകളും ഓഗസ്റ്റ് 6 മുതൽ ആരംഭിക്കും. ഓണസദ്യയ്ക്കുള്ള എല്ലാ സാധനങ്ങളും കിറ്റിൽ ഉണ്ടാവുമെന്നാണ് ഭക്ഷ്യവിതരണ മന്ത്രി വിശദമാക്കിയത്. KPCCക്ക് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 മാസത്തിനകം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജനപ്രതിനിധികൾ അല്ലാത്തവർ പ്രസിഡന്റായി വേണം. വിഷയം ചർച്ച ചെയ്യാൻ KC വേണുഗോപാലുമായി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. പ്രിയദർശിനി ബസ്സിലെ ജീവനക്കാരെ സ്വകാര്യ ബസ് ജീവനക്കാർ തടയുന്നതും കയ്യേറ്റം ചെയ്യുന്നതും അംഗീകരിക്കാനാവില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കടുത്ത നിയമ നടപടി ഉണ്ടാകും. സ്ത്രീകൾക്കുള്ള 0 ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകി കണ്ടക്ടർമാർ പണം തട്ടുന്നുണ്ടോ എന്നറിയാൻ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ. കഴിഞ്ഞ സർക്കാർ മൈക്രോ പ്ലാനിലൂടെ ഒരു കുടുംബത്തിന് 2 ലക്ഷം അനുവദിച്ചിരുന്നു. എന്നാൽ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് ദുരന്തബാധിതരുടെ പരാതി. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വൈകുന്നത് മൂലമുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയ സർക്കുലർ സ്വാഗതം ചെയ്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. ഉത്തരവ് നിലവിൽ വരുന്നതിലൂടെ ലൈസൻസ് ലഭിക്കുന്നതിനായുള്ള കാലതാമസം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജിവെച്ച കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുകഴ്ത്തി കാസർകോട്ടെ കേന്ദ്ര സർവകലാശാല. ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ധർമ്മേന്ദ്ര പ്രധാനെ പ്രശംസിച്ചത്. ഇതിനു പിന്നാലെ കമന്റ് ബോക്സിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. മുഖ്യമന്ത്രി VD സതീശന്റെ ചിത്രവും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജൻധൻ യോജന വഴി 5000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പ്രചരിപ്പിച്ചാണ് തട്ടിപ്പിന് ശ്രമം. ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. മൊഴിയെടുക്കുന്നതിനു വേണ്ടിയാണ് അൻസിബ ഹാജരാകേണ്ടത്. പരാതിയിൽ നേരത്തെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നില്ല. തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. കോഴിക്കോട് വടകര MDMA കേസിൽ പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയെയും പുറത്താക്കി. കൂരാച്ചുണ്ട് സ്വദേശിയാണ് കാവ്യ. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് കേന്ദ്രത്തിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപകയായ കീർത്തനയെ അറസ്റ്റിന് പിന്നാലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടിരുന്നു.
കുണ്ടറയിൽ യുവാവ് മരിച്ചതിൽ പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം. വിദ്യാർത്ഥിയെ കാണാതായെന്ന പരാതിയിൽ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സിയാദ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. പോലീസ് മർദ്ദനത്തിലേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് ആരോപണം. തിരുവനന്തപുരം പാൽക്കുളങ്ങരയിൽ യുവാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്ന സംഭവത്തിൽ കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു. അയൽവാസികൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് വിശാഖ എന്നയാളെ അയൽവാസിയായ പ്രദീപ് കൊലപ്പെടുത്തിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. നീറ്റ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൽ മനം നൊന്ത് മഹാരാഷ്ട്രയിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കി. അഹല്യനഗർ ജലാൽപൂർ സ്വദേശി അങ്കിത സാംഗ്ലെയാണ് ജീവനൊടുക്കിയത്. പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ ലോക്സഭയിൽ സർക്കാർ കൊണ്ടുവന്ന പരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തടസ്സപ്പെട്ടു. മന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിച്ചെങ്കിലും പോലീസ് നടപടിയിൽ അമിത് ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബഹളത്തിൽ സഭ മുങ്ങിയതോടെ ചർച്ച നടന്നില്ല. 10 മണിക്കൂർ ചർച്ച നടത്തി ബില്ല് പാസാക്കാനായിരുന്നു സർക്കാർ നീക്കം. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച അധിക്ഷേപകരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദില്ലി പോലീസ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഔദ്യോഗികമായി നോട്ടീസ് നൽകി. നോട്ടീസിന് പിന്നാലെ പോസ്റ്റുകൾ നീക്കം ചെയ്തു. നടൻ ധനുഷ് രാഷ്ട്രീയത്തിലേക്കെന്ന് സൂചന. പ്രാദേശികമായി ക്ഷേമപ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്നും ആളുകളുടെ ആവശ്യം മനസ്സിലാക്കി ഇടപെടണമെന്നുമുള്ള രക്തദാന ക്യാമ്പിലെ ധനുഷിന്റെ പ്രസംഗമാണ് ചർച്ചയാകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ സമരം വിജയിച്ച CJP ഉടൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്കില്ലെന്ന് സൂചന. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ ബദൽ ശക്തിയായി ഇടപെടും. സംസ്ഥാനങ്ങളിൽ യൂണിറ്റുകൾ സ്ഥാപിക്കാനും ആലോചനയുണ്ടെന്നാണ് വിവരം. ഹിസ്ബുള്ളയെ പ്രകീർത്തിച്ച് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമൈനി. ഇസ്രയേലിനെതിരെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഹിസ്ബുള്ളയ്ക്കാവുന്നുണ്ടെന്ന് ഖമനേയി പറഞ്ഞു. ഹിസ്ബുള്ളയെ പ്രതിരോധിക്കുന്നത് ഒരു തന്ത്രപരമായ കടമയായി ടെഹ്റാൻ കണക്കാക്കുന്നുവെന്നും ഖമനേയി വ്യക്തമാക്കി. കാസ്പിയൻ കടലിൽ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ യുക്രൈൻ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണമെന്നും ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഇസ്രയേലുമായി സുരക്ഷാ കരാറിനൊരുങ്ങി സിറിയ. ചില പ്രധാന രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഗോലാൻ കുന്നുകൾക്ക് മേലുള്ള സിറിയയുടെ അവകാശത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രസിഡന്റ് അഹമ്മദ് അൽ റഷ വ്യക്തമാക്കി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ന് അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കമാകും. അത്ലറ്റിക്സിലെ ആദ്യ ദിനത്തിൽ മലയാളി ലോങ് ജംപ് താരം ശ്രീശങ്കർ മത്സരിക്കും. സജൻ പ്രകാശിന് നീന്തലിലും മത്സരമുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.